വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നിരന്തരമായിട്ട് നിങ്ങളിൽ വരുന്ന ചിന്തകൾ മാനിഫെസ്റ്റ് ആയിട്ട് വരാം. അപ്പോൾ ഏത് ആഗ്രഹമാണ് നിയറസ്റ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ഫ്ലവറിനോടാണോ നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്ത് വീഡിയോ കാണാം. Devil, Temperance, King of Pentacles, Tower, 6 of Swords, Strength, Knight of Wands, Hanged Man, King of Wands, Ten of Swords, Emperor. Bottom of the deck 3 of Pentacles ആണ്. Fighting, Comparison, Burden, Change, Patience, Outsider. ബോട്ടം ഓഫ് ദ ഡെക്ക് ടോട്ടാലിറ്റി ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. അപ്പം നിയറസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണ് നടക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഏത് ആഗ്രഹം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അത് ഏതാണ് നിങ്ങളുടെ ലൈഫിൽ വളരെ പെട്ടെന്ന് തന്നെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എനർജിയാണ്. അതുപോലെ എംപറർ, പേഷ്യൻസ്. അപ്പം ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്, ടവർ കാർഡും വന്നിട്ടുണ്ട്, അതിന് താഴെ തന്നെ 10 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഏതോ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി എൻഡായിട്ട് ഒരു ശാന്തതയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ 6 ഓഫ് സോഡ്സും അതുപോലെ അതുപോലെ ബേർഡനും വന്നിട്ടുണ്ട്. ഈ ഒരു 2 കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലെ മുന്നേ ഉള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനും അതല്ലെങ്കിൽ കുറച്ച് മുന്നേ ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ചൊരു കലങ്ങി മറിഞ്ഞ പോലത്തെ ഒരു അന്തരീക്ഷമായിരിക്കും. അതായത് നിങ്ങൾക്ക് ഓവർ ബേർഡനായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യുന്ന, മറ്റുള്ളവരോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ ലൈഫ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ്ലി എൻഡായിട്ട്, അതൊരു സഡൻ എൻഡാണ് സംഭവിക്കുന്നത് അവിടെ. അതുകൊണ്ടാണ് ടവറും 10 ഓഫ് സോഡ്സും വന്നിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഈ ഒരു സഡൻ ചേഞ്ച് നിങ്ങളിലേക്ക് സംഭവിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളെ പല കാര്യത്തിലും തടസ്സം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഈ കാര്യം അവിടെ സഡൻ ആയിട്ട് എൻഡ് ആവുന്നുണ്ട്, എന്നിട്ട് ഈ ടെമ്പറൻസിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു ബാലൻസ് ഉള്ള ഒരു ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ഉണ്ടായിരുന്നു. കാരണം ഇപ്പം നിങ്ങളുള്ളത് ഒരു കംഫർട്ട് സോണിലാണ്. അത് നിങ്ങൾക്ക് കംഫർട്ട് എന്നല്ല, നിങ്ങളുടെ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട്, അതായത് ഒരുപാട് തടസ്സങ്ങൾ വരിക.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാകാം. അതായത് ഒരു ജോലി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിലേക്ക് പോകാനാണെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലി ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ഇതായിരിക്കും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഉള്ള ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുമാനം നിലച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോലി അവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യമില്ലായ്മ, അതായത് അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വരുമാനം ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു ബ്ലോക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്ലോക്കേജ് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഇപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ജോലിയിലായിരിക്കാം. ആ ജോലി ഉപേക്ഷിച്ച് എന്തെങ്കിലും ഒരു ബിസിനസ്, നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ പാഷൻ എന്താണോ അങ്ങനെയുള്ള ഇതിലോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് റിസ്ക് എടുക്കേണ്ടി വരും. അങ്ങനെ റിസ്ക് എടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കില്ല. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ ആ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോവുമോ, ലൈഫിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാര്യമാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റായിട്ട് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്ത് ചെയ്യാനാണോ താല്പര്യം, കംപ്ലീറ്റ് അതിലോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ കംപ്ലീറ്റ് ഇവിടെ മാറി മറയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ബോട്ടം ഓഫ് ദ ഡക്ക് ഇവിടെ ടോട്ടാലിറ്റിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ 3 ഓഫ് പെൻഡക്കിൾ ഇവിടെ വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ഡക്കായിട്ട്. അപ്പോൾ ഈ 2 ബോട്ടം ഓഫ് ദ ഡക്കും വന്നിരിക്കുന്നത് ഒരു ഡിസ്കഷനെയും അതുപോലെ കുറച്ച് പേര് ഒന്നിച്ച് നിൽക്കുന്നതും അതുപോലെ കുറച്ച് പേര് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വന്ന് വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതായത് സാഹചര്യവും ആളുകളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ്. എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു. സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അതുപോലെ ഇത്രയും കാലം നിങ്ങൾക്ക് തടസ്സങ്ങൾ പറഞ്ഞിരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു. ഇനി തടസ്സങ്ങൾ നിങ്ങൾക്ക് ആരും പറയുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും ആ റെസ്പോൺസിബിലിറ്റീൻ്റെ കാര്യത്തിലും ചേഞ്ച് വരുന്നുണ്ട്. എല്ലാ കാര്യവും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടതിലോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഇവിടെ തുറന്നു വരുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ചേഞ്ച് എന്ന് പറയുന്ന കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്, ടവർ കാർഡ്. ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരുന്ന ചേഞ്ചാണ്. നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് നിങ്ങൾക്ക് അടുത്ത് തന്നെ മാനിഫെസ്റ്റായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റും. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നു. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം അതിലോട്ടേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് വ്യക്തികൾ, സാഹചര്യങ്ങൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട്, എല്ലാം നിങ്ങൾക്ക് ഒരു പ്രതികൂലമായിരിക്കാം മുന്നേ, അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരിതിലോട്ടേക്കാണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കവിടെ യാതൊരു ഫിയറും ഇല്ലാതെ, ഒരു ഫൈറ്റിങ്ങും ഇല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയിലാണെങ്കിലോ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം എന്താണോ അതിലോട്ടേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിയറസ്റ്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ടെമ്പറൻസും അതുപോലെ കിങ് ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് വന്നതുകൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരവും ചിലവൊക്കെ തുല്യമായിട്ട് ഒരു ബാലൻസ് ഉണ്ടാവില്ല ലൈഫിൽ, ഒരു സമ്പാദ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലൊരു ട്രാൻസ്ഫോർമേഷൻ വന്ന് നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് മാറിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ റൂട്ട് ചക്രയിലെ ബ്ലോക്ക് മാറിയിട്ട് അതിലും ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു ബ്ലോക്ക് മാറിക്കഴിയുമ്പോൾ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ അവിടെ നിറവേറ്റപ്പെടുന്നതാണ്. അതായത് എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും റൂട്ട് ചക്രേനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ റൂട്ട് ചക്ര നിങ്ങൾക്ക് ആക്ടിവേറ്റ് അല്ല, അത് ആക്ടിവേറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ആക്ടിവേറ്റ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. വ്യക്തികളായാലും എന്തായാലും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തരത്തിൽ വരാനുള്ള മെയിൻ കാരണം നിങ്ങളുടെ റൂട്ട് ചക്ര ആക്ടിവേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഒരു സ്പിരിച്വലി നിങ്ങളുടെ ഉയർത്തുന്നുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഒരു എനർജി ബാലൻസിങ്ങും അതുപോലെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ റീസൺ എന്താണ്, അതായത് സ്പിരിച്വലി ഉള്ള റീസൺ മീൻസ് എല്ലാറ്റിനും സൂക്ഷ്മതലത്തിൽ ഒരു കാരണം ഉണ്ട്. ഇപ്പം നമ്മൾ ഈ സ്ഥൂലതലത്തിൽ കാണുന്നതല്ലാതെ സൂക്ഷ്മതലത്തിൽ എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള കാരണമുണ്ട്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്ത് സംഭവമാണെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇനി ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്കെ നിങ്ങളുടെ ബോധതലത്തിലുള്ള സെയിം ബോധതലത്തിലുള്ള ആൾക്കാരുമായിട്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സൂക്ഷ്മതലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അവേക്കനിങ് വരുന്നതും നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് പല കാര്യങ്ങളും മനസ്സിലാവുമ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ബാലൻസിൽ നിങ്ങൾക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാറ്റിൻ്റെയും കാരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്യുന്നതിൻ്റെ റീഡിംഗ് ആണ്. ടവർ, lovers, Four of Wands, Moon, Nine of Swords, Fool, Six of കപ്സും പിന്നെ ഹാറോഫൻറ്റും, ടു ഓഫ് വോൺസ്, ചാരിയറ്റ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്, ടു ഓഫ് സോർഡ്സ്, കിങ് ഓഫ് സോർഡ്സ്, ജസ്റ്റിസ്, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്, Seven of Wands, bottom of the deck, Six of Wands ആണ് വന്നിരിക്കുന്നത്. Mind, isolation, master, abundance, comparison, trust, stress. Bottom of the deck silence ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങൾക്ക് വന്നിരിക്കുന്നതും ഫസ്റ്റ് പൈലിൽ അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു കണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കും മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് കാർഡ് ടവർ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ത് കാര്യത്തിലാണെന്ന് നോക്കിയാൽ, നിങ്ങളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ചെയ്യിപ്പിച്ച, നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, ഡിപ്രസ്ഡ് ആക്കിയ, നിങ്ങളെ സഫർ ചെയ്യിപ്പിച്ച, ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ വേദനിച്ചത്, ആ ഒരു കാര്യം അത് റിലേഷൻഷിപ്പാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു കാര്യം നിങ്ങളെ വേദനിപ്പിച്ചിട്ടായിരിക്കാം അവർ നിങ്ങളുടെ ലൈഫിൽ നിന്നും അവർ പോയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവരുടെ റിട്ടേൺ ആണ് സംഭവിക്കാൻ പോകുന്നത്. മീൻസ് ഇവർ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് നിങ്ങളെ കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതും ഒരു വ്യക്തിൻ്റെ ഇടപെടൽ കൊണ്ട് അവർ വരുവാണ്. അതായത് അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. അതായത് നീ ചെയ്തു പോയ തെറ്റുകൾ, അതായത് അവർക്ക് എന്തൊക്കെയോ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് ഇപ്പോൾ ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റീ എൻട്രി നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതിനു വേണ്ടി നിങ്ങളോട് സംസാരിപ്പിക്കാൻ വേണ്ടി അവരാരെയെങ്കിലും അപ്രോച്ച് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വീണ്ടും നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഒരാളെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരാൾ നിങ്ങളോട് വന്ന് ഇവരോട് കോംപ്രമൈസ് ചെയ്യാൻ മേ ബി പറയുമായിരിക്കും.
അപ്പം അല്ലെങ്കിൽ ഇവർ ആരുടെയോ ഉപദേശം സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എങ്ങനെ തിരികെ വരാം എന്നുള്ള ഉപദേശം ആരെടുത്തുനിന്നോ ചോദിച്ചിട്ട് തിരികെ വരാനുള്ള ഒരു പ്ലാനിൽ ഇവർ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിയറസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവരുടെ തിരിച്ചു വരവ്. പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ആൾ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് വളരെ ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക എന്നുള്ളത്. കാരണം വീണ്ടും വേദനിപ്പിച്ചേക്കാം എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഈ ആൾ തിരിച്ചു വരുന്നത് മാത്രമല്ല, പുതിയൊരാളും നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പുതിയൊരാൾ വരുന്നതാണ് ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ ആ സമയത്ത് ഡബിൾ മൈൻഡഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പോയ ആൾ തിരിച്ചു വന്നു, പുതിയൊരാൾ വന്നു. ഇതിൽ ആരെ ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് വരാനുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, പോയ ആൾ തിരിച്ചു വരുമ്പോൾ അവരെ ഇനി വേണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമതൊന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. കാരണം ഒരിക്കൽ ഒരാൾ നമ്മളെ വേദനിപ്പിച്ചിട്ട് വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മൾ കൂടെ കൂട്ടുമ്പോൾ അവിടെ 100 വട്ടം ചിന്തിക്കണം എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ വ്യക്തി പിന്നെയും നിങ്ങളെ വേദനിപ്പിച്ച് തിരികെ പോകാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ അങ്ങനെ ഒരു എനർജി വന്നിട്ടുണ്ട്. അത് നിലനിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക്. അത് നിങ്ങളുടെ മനസ്സിന് മാത്രമേ അറിയൂ. എന്തായാലും 2 പേര് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരാനുള്ള ചാൻസ് ഇവിടെ ഹൈലി കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്നും കൂടി കാണിക്കുന്നുണ്ട്. കാരണം കുറച്ച് ഇമ്മെച്ചുവറായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. മേ ബി ആ തിരികെ പോയ വ്യക്തി, നിങ്ങൾ ഉപേക്ഷിച്ച് പോയ വ്യക്തി തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സലിവ് വരാനുള്ള ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സലിവ് വന്ന് പിന്നെയും അവരെ കൂടെ കൂട്ടുമ്പോൾ അവിടെ മെച്ചുവേർഡായിട്ട് ചിന്തിച്ചൊരു തീരുമാനം എടുക്കണം. കാരണം നിങ്ങൾ കുറച്ചൊരു ഇമോഷണലി കുറച്ച് വീക്കാണ്. ആരെങ്കിലും വന്ന് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങളവിടെ അത് വിശ്വസിച്ച് പോകും. അപ്പം അങ്ങനെ എല്ലാം ഒന്നും വിശ്വസിക്കാതെ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണ്ട, അത് കൃത്യമായിട്ടുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. കുറച്ച് മെച്ചുവേർഡായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പഠിക്കണം. എടുത്ത തീരുമാനത്തിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്ന ആ വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വേണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ അവനവന് തന്നെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ തോന്നും, ഇത് വേണ്ട അല്ല വേണം, അങ്ങനെ പറയുന്നതായിട്ട് തോന്നും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം, അതിനെ ട്രസ്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഒരു ഗൈഡൻസ് പോലെ നിങ്ങളൊരു റീഡിങ്ങോ അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ദൈവികമായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിലെന്താണോ വരുന്നത് അതിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. കൂടുതൽ സ്ട്രെസ് ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് പോയ ആളാണ്. അപ്പോൾ ആൾ തിരികെ വരുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് സ്ട്രെസ്സ് തരും. കാരണം അത് വേണോ വേണ്ടേ എന്നുള്ള അങ്ങനെയും നിങ്ങൾക്ക് കാരണം അത് വേണോ വേണ്ടയോ, തിരികെ വന്നു കഴിയുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് വരും. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ഈ ബന്ധം കംപ്ലീറ്റ് സ്ട്രെസ്സിലേക്ക് മാത്രമാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് റീസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. പക്ഷേ നിങ്ങൾക്ക് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അതായത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറുമായിട്ട് നിങ്ങൾ കമ്മിറ്റഡ് ആകാൻ പോകുന്നു. ഏറ്റവും നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അത് നിങ്ങളുടെ മുൻ ജന്മത്തിൽ ഉള്ള ഒരാളാണെന്നും കൂടി കാണിക്കുന്നുണ്ട്. അതായത് മുൻ ജന്മത്തിലും നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിന്ന ഒരു കാര്യമായിരുന്നു ആ റിലേഷൻഷിപ്പ്. അത് കംപ്ലീറ്റ് ആവാൻ പിന്നെയും ഈ ഒരു ലൈഫിൽ മുൻ ജന്മത്തിൽ നിന്നും ആ ഒരു വ്യക്തി തിരികെ വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആ തിരികെ വരുന്ന ആ ആളാണ് രണ്ടാമത്തെ ആൾ. അതായത് 2 ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒന്ന് ഈ ജന്മം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ആളും, ഒന്ന് കഴിഞ്ഞ ജന്മം ഒരുപാട് സ്നേഹിച്ചിട്ട് അതൊരു കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്താത്ത ഒരാളും കൂടി വരുന്നുണ്ട്. അപ്പം ഇതിൽ ഏത് വേണം എന്നുള്ളത് ഈ 2 പേരും വന്നു കഴിയുമ്പോൾ നിങ്ങളായിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്.
അതായത് ഇപ്പം നിങ്ങൾ വേദനിപ്പിച്ചിട്ട് പോയ ആ വ്യക്തി തിരികെ വരാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ട് തിരികെ വരാത്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്, നിങ്ങളുടെ സോളിൻ്റെ മാനിഫെസ്റ്റേഷൻ. അതായത് കഴിഞ്ഞ ജന്മം നടക്കാതെ പോയ ആ ഒരു ആഗ്രഹത്തിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ടാണ് രണ്ടാമത്തെ ആളും നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം ഇവിടെ ചാരിയറ്റ് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി കാരണമാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തത്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ നോർമലി ആ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു യോദ്ധാവാണ്. അവിടെ സാഹചര്യം എന്ത് തന്നെ ആയാലും മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി അത്രയും ശക്തമായിട്ട് പോകുന്ന ഒരു യോദ്ധാവാണ് ഈ ചാരിയറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ചാരിയറ്റ് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ടു ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ടു ഓഫ് സോർട്സ് നിങ്ങളുടെ ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള ചിന്താരീതിയാണ് കാണിക്കുന്നത്. അതുപോലെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു എനർജി. അതായത് എന്ത് ചെയ്യണം, രണ്ട് കാര്യങ്ങൾ മുന്നിലുണ്ട്. അവിടെ രണ്ട് വാള് ഒരാൾ പിടിച്ചിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. രണ്ട് കാര്യങ്ങളെയാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ ഏത് വേണം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. ആ പോകാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയാണ് ഇവിടെ ചാരിയറ്റ് റിവേഴ്സ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ചിലരുടെ കേസിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ മെറിറ്റൽ അഫയറും കൂടി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിലും ഏത് ചൂസ് ചെയ്യണം, എന്തിൽ നിൽക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കവിടെ ഒരു തീരുമാനത്തിലോട്ടേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഏതോ ഒരാളുടെ മറഞ്ഞു നിൽക്കുന്ന ഒരു മുഖം, ഒന്നുകിൽ ഈ രണ്ട് വ്യക്തികളിൽ ആരോ ഒരാൾ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ്, ആ വ്യക്തിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു എന്താണ് ആ വ്യക്തിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് സീക്രട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സീക്രട്സ് നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ഇതിൽ ആരാണ് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത്, അല്ല ആരാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് ഈ പറയുന്ന അവരുടെ ഒരു റീഡിങ്. അതായത് മാരേജ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് രണ്ടിലൊരാളുടെ റിയൽ ആയിട്ടുള്ള ഫേസ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നിലനിർത്താൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിവിടെ നിലനിർത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം വിടേണ്ടത് വിട്ട് കളയുക തന്നെ വേണം. അപ്പോൾ ആ ഒരു കാര്യമാണ് എന്താണ് നിങ്ങൾക്ക് എടുക്കേണ്ട തീരുമാനം എന്നുള്ളൊരു കാര്യത്തിൽ ക്ലാരിറ്റി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പേർക്കും ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ രണ്ട് പേരുടെ ഒരു റീ എൻട്രിയാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് ഈ ജന്മത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആൾക്കാർ, രണ്ടാമത്തെ ആൾ കഴിഞ്ഞ ജന്മത്തിൽ ഉള്ള നിങ്ങളുടെ ആ ഒരു ലവർ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിയറസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് നടക്കാൻ പോകുന്ന കാര്യം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.